പള്ളിക്ക് വന്നാൽ പോലും ചില പഹയന്മാർ പള്ളിയുടെ അടുത്ത് വന്നിട്ട് അവിടെയും വാട്സപ്പ്. ചെറുപ്പക്കാർ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ടും പബ്ജി കളിക്കുകയാണ്. ചെറുപ്പക്കാര് പള്ളിയുടെ മുറ്റത്ത് വന്നിട്ടും വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്. ചില വയസ്സുള്ള കാക്കാര് വന്നിട്ട് അള്ളാന്റെ പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് അള്ളാന്റെ പള്ളിക്ക് പുകയളക്കുകയാണ്. അള്ളാന്റെ പള്ളിക്ക് പുകയളക്കുന്ന ഖത്തീബ് ഉസ്താദിന് മന്ത്രിച്ചിട്ടൂതുകയാണോ? അതല്ല ആകാശം വെളുപ്പിക്കുകയാണോ? ഈ ഹലാക്ക് പിടിച്ച ബീഡി വലിച്ചിട്ട് ഔലിന്റെ പക്കത്തിടുന്നവർ, ജുമാക്ക് വന്നിട്ട് പള്ളിയുടെ മുറ്റത്തിരുന്ന് ബീഡി വലിച്ച് പള്ളിയിലേക്ക് ഊതുന്നവർ, സൂക്ഷിക്കണം മുമ്മിനെ. ഈ പള്ളിക്കാട്ടിലാണ് നിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവന്ന് വെക്കാനുള്ളത്. ഉപ്പാപ്പാന്റെ ഖബറിന്റെ മുകളിലേക്ക് വീടിന്റെ കുറ്റി വലിച്ചെറിഞ്ഞ് എന്തൊരു തോന്നിവാസങ്ങളാണ്. അള്ളാഹുവിന്റെ പള്ളിയോട് ആദരവ് വേണം മുമ്മിനെ. അള്ളാന്റെ ഖുർആൻ ഓതുന്നവരാകണം. ആദ്യം പള്ളിയിൽ വന്ന് അവസാനം പള്ളിയിൽ നിന്ന് പോകുന്നവനാണ് മുഅ്മിൻ. അവസാനം വന്ന ആദത്താക്കി ആദ്യം എണീറ്റ് പോകൽ ആദത്താക്കുന്നവനാണ് മുനാഫിക്ക്. എപ്പോഴെങ്കിലും തിരക്കിന് പോകുന്നവരെ പറ്റിയല്ല, എപ്പോഴും തിരക്കിന് പോകേണ്ടവരല്ല. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യം ചോദിക്കേണ്ടതാണ് ജുമാ. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അതുകൊണ്ട് മുഅ്മിനേ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അത് പൊരകുടിയാകുമ്പോ കൊണ്ടുപോയി അലമാറയിൽ വെക്കാൻ മാത്രമുള്ളതല്ല ഖുർആൻ. ഖുർആൻ ഒരുപാട് ഓതണം ഉമ്മമാർ. മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ സുബഹിയുടെ സമയത്ത് ഖുർആൻ ഓതുന്നത് ആദത്താക്കണം. ഒരുപാട് പറ്റില്ലെങ്കിൽ ഫാത്തിഹകൾ, യാസീനുകൾ, മുൽക്കുകൾ ഒരുപാട് ഓതണം. അല്ലാഹുവേ, ഖുർആനിന്റെ ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്.